നമുക്കൊരു നന്മ കിട്ടുമ്പോ ഞാൻ മാത്രം ആ നന്മ കൊണ്ട് രക്ഷപ്പെട്ടാൽ പോരാ, എന്റെ കുടുംബക്കാർ, ഞാനുമായി ബന്ധപ്പെട്ട അഹ്ലുകാർ, എന്റെ നാട്ടുകാർ, അയൽവാസികൾ, ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും, മുഴുവൻ വിശ്വാസികൾക്കും ഈ വെളിച്ചം ലഭിക്കണം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വതആവനു അലൽ ബിർരി വത്തഖ്വാ, നന്മയുടെ വിഷയത്തിൽ പരസ്പരം സഹകരിക്കുക, തഖ്വയുടെ വിഷയത്തിൽ പരസ്പരം സഹായിക്കുക. ഞാൻ ഐനുന്നൂർ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സർറുൽ അസീസ് അവിടുത്തെ വീട്ടിൽ നടക്കുന്ന ഈ മജ്ലിസ് ഞാൻ വീക്ഷിക്കുന്നത് പേരിന് വേണ്ടിയല്ല, പ്രശസ്തിക്ക് വേണ്ടിയല്ല. ഇവിടെ നടത്തുന്നതും ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് പറഞ്ഞു, ഇത് ഒരു ലക്ഷ്യവുമില്ല, ദുന്യവിയായ ലക്ഷ്യത്തിന് വേണ്ടി അല്ല. ഇവിടെ എല്ലാ ദിവസവും ആത്മീയത ഒരുപാട് ആയിരക്കണക്കായ വിശ്വാസികൾ ആ ഖുതുബുൽ ആലം ശൈഖുൽ ഹയാത്ത് കാലത്ത് ഈ വീട്ടിൽ വന്ന് ആത്മീയതയ്ക്ക് വേണ്ടി അവിടെ നിന്ന് വന്ന് അവിടുത്തെ ഹദ്റത്തിലേക്ക് വന്ന് ദുആ ചെയ്യിപ്പിച്ച് അവരെ കണ്ട് ആത്മീയത കരസ്ഥമാക്കി പോയിരുന്ന ഈ വലിയൊരു വീട്ടിൽ വെച്ച് എപ്പോഴും ആത്മീയത കൊടുത്തുകൊണ്ടേയിരിക്കണം. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു മജ്ലിസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കിത് വലിയൊരു അവസരമാണ്. ഈ അവസരം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരും നഷ്ടപ്പെടുത്തരുത്. എല്ലാ ദിവസവും മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം ശൈഖുനയുടെ ഈ വീട്ടിൽ വെച്ച് അവിടെ ഇബാദത്ത് ചെയ്ത അവിടുത്തെ പിതാവും അവിടുത്തെ സഹോദരനും സൈനുദ്ദീൻ മുസ്ലിയാർ സഖാഫി ഉസ്താദിന്റെ ബാപ്പയാണ്. ഖദ് നവ്വറല്ലാഹു മർഖദുഹും. ഈ മഹത്തുക്കൾ ഇബാദത്ത് ചെയ്ത ഈ വീട്ടിൽ വെച്ച് എല്ലാ ദിവസവും അൽഹംദുലില്ലാഹ് മുടങ്ങാതെ ഐനുന്നൂർ മജ്ലിസ് നടക്കുകയാണ്. എല്ലാ മുഅ്മിനീങ്ങളും ഈ മഹത്തായ മജ്ലിസിൽ സംബന്ധിക്കണം. നിങ്ങൾ മാത്രം സംബന്ധിച്ചാൽ പോരാ, നമുക്കൊരു നന്മ കിട്ടുമ്പോ ഞാൻ മാത്രം ആ നന്മ കൊണ്ട് രക്ഷപ്പെട്ടാൽ പോരാ, എന്റെ കുടുംബക്കാർ, ഞാനുമായി ബന്ധപ്പെട്ട അഹ്ലുകാർ, എന്റെ നാട്ടുകാർ, അയൽവാസികൾ, ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും, മുഴുവൻ വിശ്വാസികൾക്കും ഈ വെളിച്ചം ലഭിക്കണം. മുഴുവൻ വിശ്വാസികളും ഈ മഹത്വം മുഴുവൻ വിശ്വാസികൾക്കും കിട്ടണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഈ മജ്ലിസിന്റെ ഓൺലൈനിലൂടെ വീക്ഷിക്കുന്ന ഈ മജ്ലിസിന്റെ ലിങ്ക് കിട്ടുമ്പോ നിങ്ങൾ മാത്രം വീക്ഷിച്ചാൽ പോരാ, മറ്റുള്ളവരിലേക്കും നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്യുക. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വതആവനു അലൽ ബിർരി വത്തഖ്വാ, നന്മയുടെ വിഷയത്തിൽ പരസ്പരം സഹകരിക്കുക, തഖ്വയുടെ വിഷയത്തിൽ പരസ്പരം സഹായിക്കുക. ഈ സഹായമാണ് നമുക്കിന്ന് ഒന്നിച്ചിരുന്ന് മുമ്പേത്തെ ഈ കൊറോണയുടെ പേരിൽ പല നിലക്കും പല ആത്മീയ മജ്ലിസുകളും ഒരുമിച്ചിരുന്ന് ചൊല്ലേണ്ട ദിക്റും സ്വലാത്തും ദുആയുടെ മജ്ലിസും വഅദിന്റെ മജ്ലിസും ഇപ്പൊ ഒന്നിച്ചിരിക്കേണ്ട സാഹചര്യമല്ല. കോവിഡിന്റെ പേരിൽ നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റാത്ത ഈ സാഹചര്യത്താൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, മുഅ്മിനീങ്ങളുടെ ഈമാനിന്റെ വർധനവിന് വേണ്ടി നമ്മൾ ഇതുപോലത്തെ ആത്മീയ മജ്ലിസുകൾ സംഘടിപ്പിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള മജ്ലിസുകളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി യാതൊരു ദുന്യവിയായ ലക്ഷ്യമില്ല. ഞാൻ ഐനുന്നൂർ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സർറുൽ അസീസ് അവിടുത്തെ വീട്ടിൽ നടക്കുന്ന ഈ മജ്ലിസ് ഞാൻ വീക്ഷിക്കുന്നത് പേരിന് വേണ്ടിയല്ല, പ്രശസ്തിക്ക് വേണ്ടിയല്ല. ഇവിടെ നടത്തുന്നതും ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് പറഞ്ഞു, ഇത് ഒരു ലക്ഷ്യവുമില്ല, ദുന്യവിയായ ലക്ഷ്യത്തിന് വേണ്ടി അല്ല. ഇവിടെ എല്ലാ ദിവസവും ആത്മീയത ഒരുപാട് ആയിരക്കണക്കായ വിശ്വാസികൾ ആ ഖുതുബുൽ ആലം ശൈഖുൽ ഹയാത്ത് കാലത്ത് ഈ വീട്ടിൽ വന്ന് ആത്മീയതയ്ക്ക് വേണ്ടി അവിടെ നിന്ന് വന്ന് അവിടുത്തെ ഹദ്റത്തിലേക്ക് വന്ന് ദുആ ചെയ്യിപ്പിച്ച് അവരെ കണ്ട് ആത്മീയത കരസ്ഥമാക്കി പോയിരുന്ന ഈ വലിയൊരു വീട്ടിൽ വെച്ച് എപ്പോഴും ആത്മീയത കൊടുത്തുകൊണ്ടേയിരിക്കണം. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു മജ്ലിസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ വിശ്വാസികളും ഓർമ്മപ്പെടുത്തുകയാണ്, ഇൻഷാ
ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള മജ്ലിസുകൾ ഉപയോഗപ്പെടുത്തി അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ നിര സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് ഹബീബായ തങ്ങളെ മരിക്കുന്നതിന് മുമ്പ് കാണണം, പല തവണ കാണണം, എന്നിട്ടേ നമുക്ക് ഈ ലോകത്തുനിന്ന് വിട പറയാൻ പാടുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ കാണണമെങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഒരൊറ്റ വഖ്ത് നിസ്കാരവും ഖളാക്കി പോകരുത്. എന്റെ ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുന്നു, നിസ്കാരം ഖളാക്കരുത്. അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി അവന്റെ തഖ്വയിലായി ജീവിച്ച് 5 വഖ്ത് കൃത്യമായി നിസ്കരിച്ച് ദിക്റുകളും സലാത്തുകളും ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ ധാരാളം സലാത്ത് ചൊല്ലി പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും പകലും ആയിരക്കണക്കായ സലാത്തുകൾ ചൊല്ലിയിട്ട് മദീനയിലേക്ക് നമ്മുടെ ഖൽബ് തിരിച്ച ഖുബ്ബത്തുൽ ഖദറാ പച്ച ഖുബ്ബ നമ്മുടെ ഖൽബിൽ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് മദീനയിലേക്ക് സലാത്ത് ചൊല്ലിയാൽ ആ സലാത്ത് ഹബീബായ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തുമെന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് ഹബീബായ തങ്ങളെ കാണണം. അതിനുള്ള അവസരമാണ് ഐനുന്നൂർ സ്വലാത്ത് മജ്ലിസിലൂടെ. അൽഹംദുലില്ലാഹ് ഇനി വരാനിരിക്കുന്ന അടുത്ത മാസം റബീഉൽ അവ്വൽ മാസമാണ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ മാസം മുഅ്മിനിന്റെ മനസ്സിന് വല്ലാത്ത സന്തോഷമുണ്ടാക്കുന്ന മാസമാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം. ആ പരിശുദ്ധ മാസം റബീഉൽ അവ്വൽ മാസം വരുമ്പോഴേക്ക്, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 12 ആകുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് ഐനുന്നൂറിൻ മജ്ലിസിൽ പങ്കെടുത്ത മുഴുവൻ വിശ്വാസികളോടും സഹോദരങ്ങളോടും സഹോദരിമാരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ലക്ഷക്കണക്കായ 10,000 20,000 25,000 50,000 ഇല്ല, 1,00,000 സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ ചൊല്ലിയിട്ട് അവിടുന്നതാ മദീനയിലേക്ക് ഖുതുബുൽ ആലം ശൈഖുനാ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ വല്ലാണ്ട് ഇഷ്ട് വെച്ച് മുത്തുനബിയിലേക്ക് ലഹിച്ച മഹാൻ ആ ഖുതുബുൽ ആലം തങ്ങളുടെ ഹദ്റത്തിൽ അവിടത്തെ വീട്ടിൽ വെച്ച് അവിടുന്ന് ഇബാദത്ത് ചെയ്ത അവിടത്തെ വീട്ടിൽ വെച്ച് നടക്കുന്ന സ്വലാത്തിന്റെ മജ്ലിസല്ല മദീനയിലേക്ക് കോടി സ്വലാത്ത് റബീഉൽ അവ്വൽ മാസത്തിൽ ഹദിയ ചെയ്യുകയാണ്. ആ സ്വലാത്തിന്റെ മജ്ലിസ് ആകുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് എന്റെ കുടുംബത്തിൽ നിന്ന് 1,00,000 5 ലക്ഷമല്ല ലക്ഷക്കണക്കായ സ്വലാത്തുകൾ ചൊല്ലി ഇൻഷാ അല്ലാഹ് ആ മജ്ലിസിലെ മജ്ലിസാകുമ്പോഴേക്ക് ഞാൻ അറിയിക്കും, ഹദിയ ചെയ്യുമെന്ന് ഓരോരുത്തരും തീരുമാനിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഏത് സ്വലാത്ത് നിങ്ങൾക്കറിയുന്ന എളുപ്പമുള്ള ഏത് സ്വലാത്ത് വേണമെങ്കിലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലിക്കോളൂ. ഇനി വേണമെങ്കിൽ ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം ശൈഖുന നിർദ്ദേശിച്ച അവിടുത്തെ ഇജാസത്തുള്ള സ്വലാത്താണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ചൊല്ലിയ സ്വലാത്ത്. സല്ലല്ലാഹു അലൈഹി സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വലാത്ത് നിങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ നമുക്കാകുന്ന ഏത് സ്വലാത്ത് വേണമെങ്കിലും ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഈ മജ്ലിസ് മുതൽ വരുന്ന റബീഉൽ അവ്വലിൽ ആ വലിയ കോടിക്കണക്കായ സ്വലാത്ത് സമർപ്പിക്കുന്ന മജ്ലിസാകുമ്പോഴേക്ക് എല്ലാവരും എണ്ണം പിടിച്ച് സ്വലാത്ത് ചൊല്ലണം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ലോകമാന്യത്തിനല്ല. ഞാൻ ചൊല്ലുന്ന സ്വലാത്ത് ഇത്ര ലക്ഷം സ്വലാത്ത് ചൊല്ലിയിട്ട് മറ്റുള്ളവരെ അറിയട്ടെ എന്ന ലക്ഷ്യത്തിൽ ആരും ചൊല്ലേണ്ടതില്ല. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ കാണണം. അവിടുന്ന് കണ്ടിട്ട് എന്റെ ഈ കണ്ണടയാൻ പറ്റൂ, എന്റെ റൂഹ് പിരിയാൻ പറ്റൂ എന്ന ലക്ഷ്യത്തിൽ ചൊല്ലുക. ആ മുത്തുനബിയെ കണ്ടാൽ പിന്നെ നമുക്ക് പേടിയില്ല, ഒരു വിഷമവുമില്ല, ഒരു കൊറോണയും പേടിക്കേണ്ടതില്ല, ഒരു പകർച്ചവ്യാധിയും നമുക്ക് വരില്ല. ഹബീബായ തങ്ങളെ കാണണം. മുത്തുനബിയെ കണ്ടാൽ അത് തങ്ങൾ
തങ്ങൾ തന്നെയാണ്. മൻ റആനി ഫഖദ് റആനി ലാ യതമസ്സലു ശൈത്വാനു ബി. എന്നെ ആരെങ്കിലും കണ്ടാൽ അത് ഞാൻ തന്നെയാണ്. എന്റെ രൂപത്തല എന്റെ കോലത്തെ പിശാച് വരില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ സ്വലാത്ത് ചൊല്ലുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ മജ്ലിസ് ഐനുൻ നൂർ, ഈ സ്വലാത്തിന്റെ മജ്ലിസ്, ഇവിടെ നടക്കുന്ന ഐനുൻ നൂറിന്റെ മജ്ലിസ് റബ്ബേ നിന്റെ പൊരുത്തത്തിലായി, ഖുതുബുൽ ആലമിന്റെ പൊരുത്തത്തിലായി നീ നിലനിർത്തി തരണം അല്ലാഹ്. ഇതിനെ സംബന്ധിക്കുന്ന നൂറുകണക്കായ വിശ്വാസികൾ പല നാട്ടുകാരുണ്ട്, വിദേശ രാജ്യങ്ങളിലുള്ളവരുണ്ട്. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഖുതുബുൽ ആലമിന്റെ വീട്ടിൽ നടക്കുന്ന സ്വലാത്തിന്റെ മജ്ലിസല്ല എനിക്ക് പങ്കെടുക്കണമെന്ന തീരുമാനത്തോടെ നൂറുകണക്കായ വിശ്വാസികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ നിങ്ങൾ സംബന്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.